കാരണം ജീവിച്ചിരിക്കാനുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതിൽ എനിക്കിപ്പോൾ വലിയ സന്തോഷമുണ്ട്. അത് ഈ സൈബർ ബുള്ളിംഗ് എന്ന് മാത്രമല്ല, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം വളരെയധികം ആഘോഷിച്ചിട്ടുള്ള ഒരു വാർത്ത കണ്ടന്റായിട്ട് വിദ്യ മാറുകയാണുള്ളത്. നമ്മൾ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളുടെ വെബ്സൈറ്റുകളിലെ ടാഗുകൾ വിദ്യ കാണാം. വിദ്യ എന്നുള്ള ടാഗിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 100 വാർത്തകൾ, ആ ഓരോ വാർത്തകളുടെയും കൂടെ വരുന്ന ഓരോ ചിത്രങ്ങളാണ്. ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് എന്നെ ആഘോഷിക്കുന്ന രീതിയിലേക്ക് മാറുകയുണ്ട്. അത് വിദ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. അത് ഈ സമൂഹത്തിൽ വാർത്തയാകപ്പെടാവുന്ന ഏതൊരു മനുഷ്യന്റെയും അവസ്ഥ എന്നതാണ്. ഈ സമൂഹത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അവർ സ്വയം വിമർശനാത്മകമായിട്ട് അത് ചിന്തിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ അനുവാദമില്ലാതെ ഫോട്ടോകൾ എടുക്കുക, അത് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് എത്ര മോശം കാര്യമാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിനകത്തുള്ള മാധ്യമധർമ്മം എന്താണ് എന്നുള്ളത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചിന്തിക്കണം എന്നുള്ളതാണ്. ഷെഹർസാദ് എന്ന് പറയുന്നത് ശരിക്കും എനിക്കൊരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്ര വലിയ പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ മറികടക്കാൻ എൻ്റെ കയ്യിൽ എൻ്റെ ഭാഷയുണ്ട്, എൻ്റെ എഴുത്തുണ്ട് എന്നുള്ളൊരു ആത്മധൈര്യം ഇപ്പോഴും. വിദ്യാ വിജയനാണ് ഇന്ന് ഡൂൾ ടോക്കിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത്. സ്വാഗതം വിദ്യ. വിദ്യയുടെ ഏറ്റവും പുതിയ വിശേഷം പുസ്തകം ഷെഹർസാദ് ഇറങ്ങുന്നു എന്നുള്ളതാണ്. വിദ്യയെ പരിചയമുള്ള ആളുകൾക്കറിയാം, വിദ്യ നേരത്തെയും കഥകളും എഴുതുകയും സമ്മാനങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. എങ്ങനെയാണ് വിദ്യയുടെ എഴുത്തിലേക്കുള്ളൊരു വഴി എന്നുള്ളത് അറിഞ്ഞത്? പറഞ്ഞതുപോലെ ഏറ്റവും പുതിയ വിശേഷം ഷെഹർസാദാണ്. ചെറിയ പ്രായം തൊട്ട് തന്നെ എഴുതുമായിരുന്നു. കഥയും കവിതയൊക്കെ എഴുതാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. എഴുത്തിലേക്ക് വരിക എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആരും തുറന്നു തന്നിട്ട് അതിനകത്തേക്ക് കടന്നു വന്ന ഒരാളല്ല ഞാൻ. പക്ഷെ അതിനെ പഠിത്തത്തോടൊപ്പം തന്നെ അങ്ങനെ അല്ലാത്ത കാര്യങ്ങളിലും ഒക്കെ ഇടപെടാനും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഈ വിദ്യാരംഗം പോലുള്ള സ്കൂൾ തലം തൊട്ട് തന്നെ ഉള്ള പരിപാടികളിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ വാങ്ങിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കഥകളിലേക്കാണ് എൻ്റെ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ എൻ്റെ സ്പേസ് ഞാൻ കണ്ടെത്തേണ്ടത് കഥകളിലാണ് എന്നെനിക്ക് മനസ്സിലായത് എൻ്റെ അമ്മമ്മ പറഞ്ഞു തന്ന കഥകളിലൂടെയാണ്. അമ്മമ്മയുടെ പേര് ചിരി എന്നാണ്. ഇപ്പം ജീവിച്ചിരിപ്പില്ല. പക്ഷെ ഞാൻ ചെറിയ പ്രായം തൊട്ട് അമ്മമ്മയുടെ കൂടെയാണ് വളർന്നു വന്നിട്ടുള്ളത്. അമ്മമ്മ പറഞ്ഞു തന്ന തെയ്യം കഥകളിൽ നിന്നും അമ്മമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഐതിഹ്യങ്ങളിൽ നിന്നുമാണ് ഞാൻ എൻ്റെ കഥാപാത്രങ്ങളെ ആദ്യം മുതൽക്ക് തന്നെ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. കഥകൾ എഴുതുക എന്ന് പറയുന്നത് വളരെ സ്പോണ്ടേനിയസ്ലി ആണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്. നേരത്തെ തീരുമാനിച്ച് കഥ എഴുതണം എന്ന് കരുതി ഞാനൊരു കഥ എഴുതിയിട്ടില്ല. ഈ മത്സരങ്ങൾക്ക് പങ്കെടുക്കുക, അതിൽ സമ്മാനം വാങ്ങിക്കുക എന്നതിനപ്പുറത്തേക്ക് എൻ്റെ ജീവിതാനുഭവങ്ങൾ എഴുതാനാണ് എനിക്ക് കൂടുതലായിട്ട് താല്പര്യം തോന്നിയിട്ടുള്ളത്. മുൻപ് ഒരു വേദിയിൽ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്നിലേക്ക് നോക്കാൻ ഭയങ്കര പേടിയാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് എന്നിലേക്ക് നോക്കാനാണ് ഏറ്റവും താല്പര്യം. എന്നിലേക്ക് നോക്കുമ്പോഴാണ് ഞാൻ എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെ കാണുന്നത്. അപ്പോൾ അവരിലൂടെയാണ് എഴുത്തിലേക്ക് വരുന്നത്. അപ്പം ആദ്യം കഥകൾ എഴുതി, അത് വായിച്ചവർ നല്ല അഭിപ്രായം പറഞ്ഞു. വായിച്ചവർ അഭിപ്രായം പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് എഴുതി കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടായിരുന്നു. പല കഥകളും മറ്റുള്ളവർക്ക് വായിക്കാൻ ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോഴും വായിക്കപ്പെടാത്ത കഥകളുണ്ട്. നോവലിലേക്ക് വരുമ്പോൾ കഥകൾ കഥകളിലൂടെ സഞ്ചരിച്ച്, അമ്മമ്മ പറഞ്ഞു തന്ന കഥകളിലൂടെ സഞ്ചരിച്ച്, അത് പിന്നെ അമ്മയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു. അമ്മമ്മ മരിച്ചതിന് ശേഷം ഒരു വലിയ ശൂന്യത ലൈഫിൽ ഉണ്ടാവുകയും ആ ശൂന്യതയെ ഞാൻ ഒക്കുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് അമ്മ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അപ്പം അമ്മ എന്ന് പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന സമയത്ത് അമ്മ കഥകൾ പറയല്ല, അമ്മയുടെ ജീവിതം കാണിച്ചു തരാണ് ചെയ്തത്. ആ ജീവിതത്തിൽ നിന്ന് കഥകൾ പിന്നീട് ഉരുത്തിരിഞ്ഞ് വരാൻ വേണ്ടി തുടങ്ങി. പിന്നെ എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഓരോ സ്ത്രീകളെന്ന് മാത്രമല്ല ഓരോ മനുഷ്യരും പലതരത്തിലുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളവർ. അപ്പോൾ അവരിൽ നിന്നൊക്കെ കഥകൾക്ക് പ്രചോദനമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചുകൂടി ഭാവനാത്മകമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാഷയെ, എൻ്റെ പ്രാദേശിക ഭാഷയെ, എൻ്റെ വ്യവഹാര ഭാഷയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഥകൾ എഴുതാനും ഇപ്പോൾ നോവലെന്ന് അവകാശപ്പെടാമോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും ഷെഹർസാദിലേക്ക് എത്തി നിൽക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ഈ ഷെഹർസാദ് എന്നുള്ളൊരു പേരുണ്ടല്ലോ ഈ 1001 രാവുകൾ കഥകളിൽ,
എങ്ങനെയാണ് അങ്ങനെ ഒരു പേര് സെലക്ട് ചെയ്യുന്നത്? ആ ഒരു പേരിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഷെഹർസാദ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ ബാല്യം എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കൗമാര യൗവന കാലങ്ങളെക്കാൾ കൂടുതൽ എൻ്റെ ബാല്യമാണ് എന്നെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 1001 രാവുകളിലെ ഷെഹർസാദായിട്ട് ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാലം തൊട്ട് തന്നെ ഷെഹർസാദ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എൻ്റെ മനസ്സിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. കഥകൾ കൊണ്ട് അതിജീവിച്ചൊരു പെൺകുട്ടി. അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാൽപ്പനികമെന്ന് നമുക്ക് തോന്നാമെങ്കിൽ പോലും വളരെ മനോഹരമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. 1001 രാവുകളിൽ ഷഹരിയാർ രാജാവിൻ്റെ അടുത്ത് നിന്ന് കഥകൾ കൊണ്ട് അതിജീവിച്ച് കടന്നു വന്നൊരു പെൺകുട്ടി. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഞാൻ PhD ചെയ്യുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിലാണ്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഷെഹർസാദ് എന്നെനിക്ക് തോന്നി. കാരണം ഈ ഒരു കാലം കലകളിലൂടെ കലാപം ആവശ്യപ്പെടുന്ന ഒരു കാലമാണ്. ആ ഒരു തരത്തിൽ കലകളിലൂടെ അല്ലെങ്കിൽ സാഹിത്യത്തിലൂടെ സിനിമകളിലൂടെ ഒക്കെ നമ്മൾ പ്രതിരോധം സൃഷ്ടിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഷെഹർസാദ് എന്നുള്ള ആ ഒരു ക്യാരക്ടറിൻ്റെ പേര് ഞാൻ എടുക്കാൻ കാരണം. അത് നോവലിലേക്ക് വരുമ്പോൾ നോവലിലെ പ്രധാന കഥാപാത്രമാണ് ഷെഹർസാദ് എന്ന് പറയുന്നത്. ഷെഹർസാദ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവൾ എങ്ങനെയാണ് ഒരു അക്കാഡമിക സമൂഹത്തിൽ അതിജീവിച്ച് വരുന്നത്. വളരെ കൊളോക്കിയലായിട്ടുള്ള വളരെ പ്രാദേശികമായിട്ടുള്ള ഒരു കോസ്റ്റൽ ഏരിയയിൽ നിന്ന് നമ്മുടെ കേരളത്തിൻ്റെ ആയിക്കോട്ടെ ഏതൊരു അക്കാദമിക സമൂഹത്തിലേക്കും കടന്നു വരുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി അനുഭവിക്കുന്ന സ്വത്ത് പ്രശ്നങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ എഴുത്തിലൂടെ തന്നെ അല്ലെങ്കിൽ താൻ കണ്ടെത്തുന്ന കണ്ടെത്തലുകളിലൂടെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് ഈ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുമ്പോൾ ഷെഹർസാദാണ് ഏറ്റവും ആയിട്ടുള്ള ഒരു പേര് എന്ന് തോന്നി. അതുകൊണ്ടാണ് അത് ചൂസ് ചെയ്തത്. ഓക്കെ, നമ്മൾ ഈ കഥയുടെ അല്ലെ ഈ നോവലിൻ്റെ പഠനത്തിൽ സജീവമാഷ് എഴുതിയിട്ടുള്ളത് ഈ സ്ത്രീകളുടെ നരേഷനെ കുറിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ്? ഈ വിദ്യയുടെ നോവലിലെയും കഥാപാത്രങ്ങൾ സ്ത്രീകളായിട്ടുള്ള കഥാപാത്രങ്ങൾ, പലതരം കഥാപാത്രങ്ങൾ, അവരുടെയൊക്കെ ജീവിതങ്ങൾ എല്ലാവരും സ്ത്രീകളാണ് മെജോറിറ്റി. എങ്ങനെയാണ് സ്ത്രീകളിലൂടെ കഥ പറയുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ് വിദ്യ കാണുന്നത്? ഷെഹർസാദിനെ സംബന്ധിച്ചിടത്തോളം നരേഷൻ വളരെ കുറവുള്ള ഒരു നോവലാണ്. കാരണം എനിക്ക് പരത്തി പറയുക എന്നുള്ളത് എൻ്റെ ഒരു രീതിയല്ല. അത് കഥയിലായാലും ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഈ ഷെഹർസാദ് വളരെ ചുരുക്കം പേജുകൾ, 10-100 പേജുകളുള്ള ഒരു ചെറിയ നോവലാണ്. അപ്പോൾ ഒരു കാര്യത്തെ നമ്മൾ വായിച്ച് പരിചയമുള്ള നോവലുകൾ കാണുന്നത് പോലെ ഒരു സംഭവത്തെ വളരെ നെറേറ്റീവായിട്ട് വളരെ വിവരണാത്മകമായിട്ട് പറഞ്ഞു പോകാനുള്ള ഒരു സ്റ്റൈല് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പകരം എൻ്റെ ഭാഷയെ ഏറ്റവും മാറ്റിക്കുറുക്കിയിട്ട് അതിൻ്റെ സത്ത ചോർന്നു പോകാതെ അതിലൊരു രസമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വായനക്കാരന് അല്ലെങ്കിൽ വായനക്കാരിക്ക് അത് അവരുടേതായിട്ടുള്ളൊരു കൺസെപ്റ്റിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കൊടുത്തുകൊണ്ട് എന്നാൽ അതേസമയം മൂർച്ചയുള്ള ഭാഷയിൽ അത് അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിക്ക് എഴുതുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അത് ചിലർക്കത് കല്ലുകടിയായിട്ട് തോന്നാം. എങ്കിൽ പോലും ആ ഒരു രീതി വിട്ടുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൽ എഴുത്തുകാരി മറ്റൊരാളായി പോകുന്നൊരവസ്ഥയാണ്. അങ്ങനെ അല്ലാതെയാണ് ഞാൻ ഒരു നറേറ്റീവ് സ്റ്റൈല് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ ജാസിം പറഞ്ഞതുപോലെ പുരുഷ കഥാപാത്രങ്ങൾ ഈ നോവലിൽ കുറവാണ്. ഉള്ളത് തന്നെ വളരെ മിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കഥാപാത്രങ്ങൾ മാത്രം. സ്ത്രീകൾ എന്ന് പറയുന്നത് വളരെ ബോൾഡായിട്ടുള്ള പല പ്രായത്തിലുള്ള പല കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളാണുള്ളത്. ഷെഹർസാദ്, അപരാജിത, സുമതി പോലുള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ സുമതിയൊക്കെ ശരിക്കും ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ അത്തരത്തിലുള്ള സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. എൻ്റെ ബാല്യകാലത്തിൽ ഉണ്ടായിട്ടുള്ള പല അനുഭവങ്ങളും ഈ ഒരു സുമതി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ രൂപപ്പെടുത്തലിലേക്ക്, നിർമ്മിതിയിലേക്ക് എന്നെ നയിച്ചിട്ടുണ്ട്. ഷെഹർസാദ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ഞാൻ കണ്ടിട്ടുള്ള മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളിലൂടെയൊക്കെയാണ് ഷെഹർസാദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ രൂപപ്പെടുന്നത്. പക്ഷെ അപരാജിത ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. അപരാജിത എന്ന് പറയുന്നത് ശരിക്കും ഒരു മീഡിയേറ്ററാണ്. രണ്ട് കാലഘട്ടങ്ങളുടെ അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള വ്യക്തിഗത ചിന്താഗതിയുടെ വളരെ മിസ്റ്റിക് ആയിട്ടുള്ള വളരെ മാജിക്കലായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് അപരാജിതയെ ഞാൻ അപരാജിത എന്ന് പറയുമ്പോൾ തന്നെ എവിടെയും പരാജയപ്പെടാതെ മുന്നോട്ട് പോകാനുള്ള ഒരു കെൽപ്പുള്ള ക്യാരക്ടറായിട്ടാണ് അപരാജിതയെ
കൊണ്ടുവരും. ഓരോ സ്ത്രീ കഥാപാത്രങ്ങൾക്കും ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ അറിഞ്ഞിട്ടുള്ള സ്ത്രീകളുമായിട്ട് സാമ്യമുണ്ട്. അവരെനിക്ക് തന്നിട്ടുള്ള അനുഭവം, അനുഭൂതി ഒക്കെ ഈ സ്ത്രീ കഥാപാത്രങ്ങളെ നിർമ്മിക്കുന്നതിൽ എനിക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. ഈ ഈ നോവൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഒരേ സമയം തന്നെ ഭയങ്കര ജീവിതാനുഭവങ്ങളുടെ ഒരു പശ്ചാത്തല കഥയിലുണ്ട്. നമ്മളൊക്കെ കണ്ടു പരിചയിച്ചത് അല്ലെങ്കിൽ കേട്ടറിഞ്ഞതായിട്ടുള്ള ഒരുപാട് ജീവിതങ്ങൾ, സുമതിയുടെയും സുചിത്രയുടെയും ഒക്കെ കഥകൾ പറയുന്നത്. അതേപോലെ തന്നെ കുറച്ച് മാജിക്കൽ ആയിട്ടുള്ള, മിസ്റ്റേക്ക് ആയിട്ടുള്ള കുറെ കഥാപാത്രങ്ങളും ഇതിലുണ്ട്. എങ്ങനെയാണ് ഇവർ പിന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനം ഇപ്പുറത്ത് ഈ ഒരു മിസ്റ്റേക്ക് ആയിട്ടുള്ള സാധനങ്ങളും കൂടി യോജിക്കുന്ന ഒരു ഘട്ടം വരുന്നുണ്ട് ഈ കഥ പലപ്പോഴും. എങ്ങനെയാണ് അത് രണ്ടും കൂടി ഒരു നോവലിൽ ഉൾക്കൊള്ളിച്ചത് എന്നുള്ളത് അറിയാം. എനിക്ക് പൊതുവെ വായിക്കാൻ ഇഷ്ടമുള്ളത് ആനന്ദ്, ടി.ഡി. രാമകൃഷ്ണൻ പോലുള്ള എഴുത്തുകാരാണ്. സുഗന്ധിയൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു അനുഭൂതിയുണ്ട്. അതും ഈ പറയുന്നത് പോലെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ആണ്ടാൾ ദേവനായകി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ എങ്ങനെയാണത് സംഭവിക്കുന്നുള്ളൊരു അത്ഭുതമാണ് നമ്മുടെ കണ്ണുകളിൽ അവശേഷിക്കുക. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല എങ്കിൽ പോലും അത്തരത്തിലുള്ള രചനാരീതികളോട് വളരെയധികം താല്പര്യമുള്ള ഒരാൾ, അല്ലെങ്കിൽ വായിച്ചു വരുന്ന കാര്യങ്ങളിൽ താല്പര്യമുള്ള ഒരാൾ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളോട് താല്പര്യമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ എഴുത്തിലും അത് പ്രതിഫലിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഷെഹർസാദിലേക്ക് വരുമ്പോൾ, ഷെഹർസാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള ദ്വന്ദ്ങ്ങൾ വരുന്നുണ്ട്. കാലഘട്ടമായിക്കോട്ടെ, സാമൂഹിക തലമായിക്കോട്ടെ, മനുഷ്യരുടെ ജീവിത അന്തരീക്ഷങ്ങളായിക്കോട്ടെ, എല്ലാം പലതരത്തിലുള്ള ദ്വന്ദ്ങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു കഥാപാത്രത്തിന് മറ്റൊരു കഥാപാത്രത്തോട് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം എന്ന് ഞാൻ എവിടെയും പറഞ്ഞു വെച്ചിട്ടില്ല. നിങ്ങളിപ്പോൾ അപരാജിതയെ ഷെഹർസാദുമായിട്ടുള്ള ബന്ധം ഇന്നതാണ് എന്ന് ഞാൻ എവിടെയും പറഞ്ഞു വെച്ചിട്ടില്ല. അത് വായനക്കാർക്ക് ഏത് തരത്തിലും വായിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു സ്പേസ് ഇട്ടിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഉദയ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്, വളരെ മിസ്റ്റേക്കായിട്ട് കടന്നു വരുന്നൊരു കഥാപാത്രമാണ്. പക്ഷെ അതിലൊരു രസമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉദയ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ ഷെഹർസാദിന്റെ കഥയിൽ ഉദയ് വഹിക്കുന്ന ഒരു പ്രത്യേക റോളുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ ആശിഷ് എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം, അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഒരു അക്കാദമിക സമൂഹത്തിൽ എങ്ങനെയാണ് ഈ പറയുന്ന കഥാപാത്രങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് ഇതുവരെയും മലയാള സാഹിത്യത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. അത് കൊണ്ടുവരണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ കാണുന്നത് പോലെ വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിക്ക് എഴുത്ത് രീതി പോകണം എന്നുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ പിന്നെ പുസ്തകത്തിലേക്ക് വരികയാണെങ്കിൽ, പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായത്തിൽ പിന്നെ വിദ്യ വിവരിക്കുന്ന ഒരു കാര്യമുണ്ട്. വിദ്യ കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. പിന്നീട് എറണാകുളത്തേക്ക് പഠനവും ആവശ്യമായിട്ട് പോകുന്നു. അങ്ങനെ അവിടെ എത്തുമ്പോൾ നമ്മുടെ പ്രാദേശിക ഭാഷ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഈ അക്കാദമിക് സമൂഹത്തിൽ നമ്മുടെ പ്രാദേശിക ഭാഷ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച്, പ്രതിസന്ധികളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. കാസർഗോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം പ്രാദേശിക ഭാഷകൾക്ക് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. സപ്തഭാഷാ സംഗമ ഭൂമി എന്നൊക്കെയാണ് അതിന് പറയുന്നത്. അതിൻ്റെ ഒരു വിദ്യ നേട്ടത് അല്ലെങ്കിൽ വിദ്യ പരിചയപ്പെട്ട ആളുകൾ അവിടെ എത്തുമ്പോൾ നേരിട്ട പ്രതിസന്ധികളുണ്ടാവും. ഒന്ന്. വേറൊന്ന്, കാസർഗോഡിന് മുൻപത്തേക്കാൾ ഉപരി സിനിമകളിൽ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലം കൂടിയാണ്. സിനിമകളിലെ പ്രധാന കഥാപാത്രങ്ങൾ കാസർഗോഡൻ ഭാഷ സംസാരിക്കുന്നു. അതേപോലെ കാസർഗോഡ് ഒരു ഭൂപ്രകൃതിയുണ്ട്, അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. അതേപോലെ കാസർഗോഡിൻ്റെ പലതരം കൾച്ചറുകൾ, തെയ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പലതരത്തിലുള്ള നിറങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് പുതിയ കാലത്ത് സിനിമകളിൽ ഉൾപ്പെടെ അത് നല്ല രീതിയിൽ വരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു അക്കാദമിക് സമൂഹം അതിൽ നേരിടുന്ന ഈ ഭാഷാപരമായ പ്രതിസന്ധിയും അതേപോലെ ഈ സിനിമകൾ ഇതൊരു പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നതിനെയൊക്കെ കാണുന്നത് എങ്ങനെ, പുതിയ കാലത്തെ കാസർഗോഡിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ പറഞ്ഞതുപോലെ സിനിമകൾക്കകത്ത് പ്രാദേശിക ഭാഷകൾ, കാസർഗോഡാണെങ്കിലും കണ്ണൂരാണെങ്കിലും ഒക്കെ ഉള്ള ഭാഷകൾ വരുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം അത് അവതരിപ്പിക്കപ്പെടുന്ന രീതിയോട്, അത് കാഴ്ചക്കാർ സ്വീകരിക്കുന്ന രീതിയോട് ഒക്കെ വലിയ സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ള കഥകളിൽ മിക്കവാറും പ്രാദേശിക ഭാഷകൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വളരെ സന്തോഷം തന്നെയാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ സിനിമകളിൽ
എൻ്റെ പ്രാദേശിക ഭാഷ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ജാസിമിനോട് സംസാരിക്കുന്നത് വളരെ ബോധേഡായിട്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ജാസിമിനും മനസ്സിലാവണം, കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവണം എന്നുള്ള ഒരു എൻ്റെ ബോധത്തിൽ തന്നെ ഞാൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയല്ലാതെ ജാസിമിന് പകരം എൻ്റെ അമ്മയോ അല്ലെങ്കിൽ നാട്ടിലുള്ള ഒരാളാണ് ഇരിക്കുന്നതെങ്കിൽ അവരെന്നോട് സംസാരിക്കുന്ന എൻ്റെ നാട്ടിലെ ഭാഷയിൽ തന്നെ ഞാൻ തിരിച്ചു മറുപടി പറയും. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഭാഷയും അത് തന്നെയാണ്. പക്ഷേ പലപ്പോഴും ഒരു അക്കാദമിക സമൂഹത്തിനകത്ത് ഈ പ്രാദേശിക ഭാഷയുടെ സ്വത്വം അംഗീകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത്, അത് കാസർഗോഡ് മാത്രമല്ല, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഏത് പ്രാദേശിക ഭാഷയിലും മലയാളത്തിൽ ഒരുപാട് ഭാഷാ വ്യത്യാസങ്ങളുണ്ട്, ഭാഷാന്തരങ്ങളുണ്ട്. അതിൽ ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഓടുത്തു എന്ന് ചോദിക്കുമ്പോൾ, ഓടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയെന്നാണ് അർത്ഥം. അപ്പോൾ ഓടുത്തു എന്ന് ചോദിക്കുമ്പോൾ എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ അയ്യേ എന്ന് പറയുന്ന കൂട്ടുകാർ ഇഷ്ടം പോലെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ ഓടുത്തു എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി അത് എവിടെയാണ് എന്ന് മനസ്സിലാവുകയും അത് അതിന് മറുപടി പറയുകയും ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. ഞാൻ കഥകൾ എഴുതുന്ന സമയത്ത് എവിടെയും ഞാൻ വാക്കിൻ്റെ മുകളിൽ നക്ഷത്ര ചിഹ്നം കൊടുത്ത് സ്റ്റാർ ചിഹ്നം കൊടുത്തിട്ട് താഴെ ഇന്നതാണ് അർത്ഥം എന്ന് എഴുതാറില്ല. പലപ്പോഴും അതിൻ്റെ പേരിൽ ഞാൻ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് എങ്ങനെയാണോ അത് എഴുതാൻ വേണ്ടി പറ്റുന്നത്, അതുപോലെ വായനക്കാർക്ക് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അത് ആ വാക്കിൻ്റെ അല്ല. നമുക്ക് ചിലപ്പോൾ ഒട്ടുമേ അറിയാത്ത ഭാഷ ചിലപ്പോൾ ഒരു കോണ്ടെക്സ്റ്റിനകത്ത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ എവിടെയാണോ അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ആ സമയത്ത് നമുക്ക് മനസ്സിലാവും. അത്തരത്തിലാണ് ഞാൻ എഴുതാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരാൾക്കത് അയ്യോ ഇതെന്താണ് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള രീതിയിലേക്ക് എഴുതരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് പോകരുത് എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പം ഷെഹർസാദിനകത്ത് ഷെഹർസാദ് എഴുതി വെക്കുന്ന ഒരു കത്തുണ്ട്. നമ്മളെല്ലാവരും കത്ത് ഭയങ്കര മാനകമായിട്ടുള്ള ഭാഷയിലാണ് എഴുതാറുള്ളത്. പ്രിയപ്പെട്ട ആൾക്ക് ഇന്നതുപോലെ എന്നൊക്കെ പറഞ്ഞാണ് എഴുതാറ്. പക്ഷേ ഷെഹർസാദ് കാസർഗോഡ് ഭാഷയിൽ സംസാരിക്കുന്നത് പോലെയാണ് ഞാൻ ആ കത്ത് എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ ഇവിടുന്ന് പോന്ന്, എനിക്കിനി ഇത് തുടരാൻ കഴിയില്ല, ഞാൻ തിരിച്ചു വരും, അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്നുള്ള രീതിക്ക് വർത്താനം പറയുന്നത് പോലെയാണ് ആ കത്ത് എഴുതി വെച്ചിട്ടുള്ളത്. അത് ഞാൻ വളരെ ബോധപൂർവം ചെയ്തൊരു കാര്യമാണ്. കാരണം ഷെഹർസാദ് തൻ്റെ സ്വത്വത്തെ അംഗീകരിക്കാൻ തയ്യാറാവാണ്. മുൻപൊരു അധ്യാപകൻ ഷെഹർസാദിനെ തൻ്റെ ഭാഷയുടെ അല്ലെങ്കിൽ അവള് ശ്രമിക്കുകയാണ്, അക്കാദമിക സമൂഹത്തിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുകയാണ്. ആ ഒരു ശ്രമത്തെ പരിഹസിച്ചെടുത്തു നിന്ന് തൻ്റെ സ്വത്വത്തെ താൻ തന്നെ അംഗീകരിക്കുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് എത്തുന്നു എന്നുള്ള രീതിക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ കേട്ടിട്ടുള്ള കഥകളൊക്കെ ഈ ഭാഷയിലാണ്. ഒരു ഇപ്പൊ പെരുദേവതയുടെയോ കുളിയൻ്റെയോ ഐറ്റി ഭഗവതിയുടെയോ ഉച്ചിട്ടയുടെയോ ചാമുണ്ടിയുടെയോ ഒക്കെ കഥകൾ വരുന്നത് അമ്മമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് വളരെ പ്രാദേശികമായിട്ടുള്ള കാസർഗോഡൻ ഭാഷയിലാണ്. കാസർഗോഡൻ ഭാഷ എന്ന് പറയുമ്പോഴും കണ്ണൂരുമായിട്ട് ബന്ധമുള്ള, പയ്യന്നൂർ കഴിഞ്ഞ ഉടനെയാണ് എൻ്റെ നാട്. കണ്ണൂർ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഷയിലാണ്. അമ്മമ്മ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാത്തൊരു സ്ത്രീയാണ്. പക്ഷെ അവർ പറഞ്ഞു തരുന്ന സംസാര ഭാഷയ്ക്കകത്തുള്ള ഭംഗിയാണ് ആ കഥകളിലേക്ക് എന്നെ ആകൃഷ്ടയാക്കുന്നത്. ജാസിം സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. കാരണം നിറങ്ങള്, ചില മണങ്ങള്, ഇതൊക്കെ വായനയിലൂടെ നമുക്ക് അനുഭവിക്കാൻ പറ്റാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ ദൃശ്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. എല്ലാം നമുക്ക് കണ്ട് കഴിഞ്ഞാൽ ആണ് സമാധാനമാവുക എന്നുള്ളൊരു രീതി. പക്ഷെ അങ്ങനെയല്ലാതെ വായനയിലൂടെ ഈ നിറങ്ങൾ അനുഭവിക്കാൻ പറ്റുക, മണങ്ങൾ അനുഭവിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക രസം നമുക്ക് തരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് പ്രാദേശിക ഭാഷയിലും കൂടി ആവുമ്പോൾ ഞാൻ തന്നെ അനുഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള എൻ്റെ കൂട്ടുകാരുണ്ട്, അവർ സംസാരിക്കുന്ന സമയത്ത് അവരെ കളിയാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തിനാണ് അങ്ങനെ ഒരു കളിയാക്കലിൻ്റെ ആവശ്യം എവിടെയും വരുന്നില്ല. മലയാളം എന്ന് പറയുന്നത് എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരുന്ന ആൾക്കാരാണ് ഈ പറയുന്നത് പോലെ പ്രാദേശിക ഭാഷകളെ കളിയാക്കുന്ന ആൾക്കാർ.
അങ്ങനെയല്ല. ഓരോ പ്രാദേശിക ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ളൊരു സാംസ്കാരിക മൂല്യമുണ്ട്. ഓരോ വാക്കിനും അതിൻ്റെ സാംസ്കാരികമായിട്ടുള്ള മൂല്യമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ മാതൃഭൂമി അവാർഡ് കിട്ടിയ കഥയ്ക്കകത്ത് ഓരോ കഥാപാത്രവും സംസാരിക്കുന്നത് വളരെ പ്രാദേശികമായിട്ടുള്ള ഭാഷയിലാണ്. അതിൽ ഒരാളെന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താ അതിൻ്റെ തുടക്കത്തിൽ തന്നെ വെയിരം കൊടുക്കുക എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അപ്പൊ വെയിരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കരയാന്നാണ് അർത്ഥം. നിങ്ങൾ എന്തുകൊണ്ടാണ് അതിൻ്റെ അർത്ഥം അവിടെ താഴെ എഴുതാതിരുന്നത്, അത് എല്ലാവർക്കും മനസ്സിലാവണ്ടേ. ആ ഒരു രീതിക്ക് അയാൾ സംസാരിച്ച സമയത്ത് ഞാൻ മറുപടി പറയുന്നതിന് മുന്നേ തന്നെ, ഒരു ഡിബേറ്റിനകത്തായിരുന്നു, ഞാൻ മറുപടി പറയുന്നതിന് മുന്നേ തന്നെ മറ്റൊരാൾ അതിന് മറുപടി പറയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്, നിങ്ങൾക്കത് കാര്യം മനസ്സിലായില്ലേ? മനസ്സിലാവാത്തൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത്. കാര്യം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്, എൻ്റെ കൂട്ടുകാരിൽ നിന്ന്, ഞാൻ കാണുന്ന ആൾക്കാരിൽ നിന്നൊക്കെ ഓരോ വാക്കുകളും എൻ്റെ നിഘണ്ടുവിലേക്ക് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വെയിരം കൊടുക്കുക എന്ന് പറയുന്നതിന് പകരം മറ്റൊരു വാക്ക് പറയുന്ന സമയത്ത് അത് ഞാൻ അംഗീകരിക്കുകയാണ്, ഞാനത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് എഴുത്തിലേക്കും കൂടി കൊണ്ടുവരുമ്പോൾ അത് അവിടെ ഡോക്യുമെന്റ് ചെയ്യപ്പെടുകയാണ്. ഒരു സാംസ്കാരിക പ്രക്രിയയായിട്ട് കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ നോവലിൽ തന്നെ മറ്റൊരു അധ്യായത്തിൽ പറയുന്ന, അതായത് ഈ സുമതിയുടെയും സുചിത്രയുടെയും ഒക്കെ കഥകൾ പറയുന്ന അധ്യായങ്ങളിൽ ഉള്ള 1-2 കാര്യങ്ങളാണ്. അത് നമ്മുടെ പിന്നെ സാമ്പ്രദായിക കുടുംബ പശ്ചാത്തലങ്ങളിലൊക്കെ കണ്ടുവന്നിരുന്ന കുറെ രീതികൾ പുതിയ കാലത്ത് അതിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും മാറാത്ത അവസ്ഥകൾ ഉണ്ടാകാം. എങ്ങനെയാണ് ആ പശ്ചാത്തലങ്ങളിൽ അല്ലെങ്കിൽ അത്തരം കഥകളിലേക്കൊക്കെ എത്തുന്നതെന്നുണ്ട്. ഒന്ന് പിന്നെ ആർത്തവ കാലത്ത് നേടുന്ന അനീതികൾ എന്നുള്ളൊരു സാധനമുണ്ട്. മറ്റൊന്ന് മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുണ്ട്. അതേപോലെ തന്നെ വിധവയായിട്ടുള്ള ഒരാളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ, ഈ സുമതിയുടെയും സുചിത്രയുടെയും കഥകളിലെ ഈ 3 കാര്യങ്ങൾ ഏത് തരം പശ്ചാത്തലങ്ങളിൽ നിന്നാണ് ഈ നോവലിലേക്ക് എടുത്തിട്ടുള്ളത് എന്ന്? അതിനും ഈ പറയുന്നത് പോലെ പ്രാദേശികമായിട്ടുള്ള സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ല സുമതി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സുമതി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഞാൻ വളരെ ബോധപൂർവം സൃഷ്ടിച്ച ഒരു കഥാപാത്രമാണ്. പല സ്ത്രീകളിൽ നിന്നും കണ്ടിട്ടുള്ള കാര്യങ്ങൾ, എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിർമ്മിതിയാണ് സുമതി എന്ന് പറയുന്നത്. സുമതിയെ പോലൊരു സ്ത്രീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും സുമതിയെ പോലെ ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആർത്തവം പോലുള്ള കാര്യങ്ങൾ ഇപ്പോഴും അത് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പുരോഗമനപരമായിട്ടുള്ള ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും വളരെ ഗ്രാമങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഗ്രാമനഗര വ്യത്യാസമില്ലാതെ എങ്ങനെയാണെങ്കിൽ പോലും ഈ ആർത്തവമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം, പീരീഡ്സ് ആവുന്ന സമയത്ത് പെൺകുട്ടികളെ മാറ്റി നിർത്തുക എന്ന് പെൺകുട്ടികളെ മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു കാര്യം, അത് ഞാൻ വ്യക്തിപരമായിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് പീരീഡ്സ് ആവുന്നത്. ആ സമയത്ത് തറവാട്, തെയ്യങ്ങൾ, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ വളരെ പരമ്പരാഗതമായിട്ടുള്ള യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ആളെന്നുള്ള നിലയ്ക്ക് തന്നെ ഒരു ദിവസം പെട്ടെന്ന് ഞാനൊരു മുറിയിലേക്ക് മാറ്റപ്പെടുകയാണ്. എന്നെപ്പോലെ ആ നാട്ടിലെ എല്ലാ പെൺകുട്ടികളും ഒരു വീട്ടിൽ നിന്ന് ഒരു മുറിയിലേക്ക് ഒരു പ്രത്യേക ദിവസം മാറ്റപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു ദിവസത്തെ അതിജീവിക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ഒരുപാട് നേരം ഇരുന്ന് കരഞ്ഞ്, എനിക്ക് ആരും എന്നെ തൊടുന്നില്ല, ആരും എന്നോട് സംസാരിക്കുന്നില്ല. പുറത്താവുക എന്നാണ് പറയുക, പീരീഡ്സ് ആവുന്ന സമയത്ത് പുറത്താവുകയാണ്. ആ ഒരു അത്രയും നാളുണ്ടായിരുന്ന ജീവിതാന്തരീക്ഷത്തിൽ നിന്ന് ആ പെൺകുട്ടി ആ ഒരു നിമിഷത്തിൽ പുറത്താവുകയാണ്. അവളെ മറ്റൊരു സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യാണ്. അപ്പം എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുകയും പിന്നീട് അമ്മ അത് ഇങ്ങനെ ഇനി പീരീഡ്സ് ആവുകയാണെങ്കിൽ ആരോടും പറയണ്ട, അപ്പോൾ പ്രശ്നമില്ലല്ലോ എന്നുള്ള രീതിയിലേക്ക് അമ്മ പറയുകയും പിന്നീട് എൻ്റെ അനിയത്തിമാർക്ക് ഒരു തരത്തിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത് എന്നുള്ളൊരു ചിന്തയിലേക്ക് ഞാൻ വരികയും അവർക്ക് അങ്ങനെ മാറി നിൽക്കേണ്ട അവസ്ഥ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചിന്താഗതികളുടെ മാറ്റത്തിനനുസരിച്ച് ഇത് വരും. പക്ഷെ എൻ്റെ തൊട്ടപ്പുറത്തെ വീടിനകത്ത് ഇപ്പോഴും ഈ പറയുന്ന പോലെ മാറി നിൽക്കുന്ന സ്ത്രീകൾ ഉണ്ട്. എനിക്ക് അവിടെ പോയിട്ട് അവരുടെ പേഴ്സണൽ സ്പേസിനകത്ത് നിന്ന് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇത് പറയാൻ വേണ്ടി പറ്റുമായിരിക്കും, പക്ഷെ അവരുടെ ചിന്താഗതിയെ മാറ്റാൻ
ബുദ്ധിമുട്ടാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ എഴുത്തിലൂടെ ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ്. വായിക്കുന്ന ഒരാൾക്കെങ്കിലും ഈ ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഇത് വലിയ കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ വിധവയായിട്ടുള്ളൊരു പെൺകുട്ടി പഠിക്കാൻ പോകുന്നു എന്നുള്ളത്, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 4 മാസം ആവുന്നതേ ഉള്ളൂ. എൻ്റെ അമ്മയ്ക്ക് 48 വയസ്സേ ഉള്ളൂ. അമ്മയുടെ ഒരു ജീവിതകാലം ഇനിയും നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ചിലപ്പോൾ അമ്മയുടെ ജീവിതത്തിൽ ഇനിയും ഒരു പ്രണയം സംഭവിച്ചേക്കാം, വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രണയകാലം തന്നെ ഇനി അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അതിനെയൊക്കെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിക്കാൻ തയ്യാറുള്ളൊരു മനസ്സാണ് എനിക്കുള്ളത്. എൻ്റെ ഒരു അനുവാദം അമ്മയ്ക്ക് ആവശ്യമില്ല. പക്ഷെ സുമതി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് സമൂഹത്തിൽ അങ്ങനെ ആൾക്കാർ ചിന്തിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് സുമതി എന്ന് പറയുന്ന വിധവയായിട്ടുള്ളൊരു പെൺകുട്ടി ഇനിയും എഴുതുന്നു, അവള് പഠിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്. ഒരു ഭാര്യ മരിച്ച പുരുഷനോട് സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവരോട് പെരുമാറുന്നത് പോലെ അല്ല നമ്മുടെ സമൂഹം ഭർത്താവ് മരിച്ച ഒരു പെൺകുട്ടിയോട് സംസാരിക്കാറുള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, വായിക്കുന്ന ഒരാൾക്കെങ്കിലും അങ്ങനെ തോന്നുകയാണെങ്കിൽ ആവട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. മരണാനന്തര ചടങ്ങുകളെ കുറിച്ച് സൂചിപ്പിച്ചതുപോലെ എല്ലാം വ്യക്തിപരമാണ്. മനുഷ്യൻ വളരെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് മരണം എന്ന് പറയുന്നത്. അപ്പം ഈ മരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ബോഡി എന്നാ പറയാം, നമുക്ക് അത്രയും കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ പേര് പോലും നമുക്ക് ആ ഒരു മൊമെന്റിൽ നഷ്ടപ്പെടുകയാണ്. ആ ശവശരീരം പിന്നീട് ഒരു ജാതിയുടെയോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെയോ മാത്രമായിട്ട് മാറുകയാണ്. അതിൻ്റെ ജാതിപരമായിട്ടുള്ള മതപരമായിട്ടുള്ള ചടങ്ങുകൾ അത് ചിലപ്പോൾ ആ മനുഷ്യന് അതിന് താല്പര്യമില്ലായിരിക്കാം. അപ്പം അത്തരത്തില് മനുഷ്യൻ വളരെ അപ്രതീക്ഷിതമായിട്ട് അനുഭവിക്കുന്ന മരണം പോലുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കാം എന്നുള്ളൊരു കാര്യം മനുഷ്യർ ചിന്തിക്കട്ടെ, അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള ഒരു വഴി തുറക്കപ്പെടട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് അത് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്നത് സുമതി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഏറ്റവും ബോധപൂർവമായിട്ട് പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ്. വേറൊന്നുള്ളത്, ഈ കഥയിൽ തന്നെ നമ്മൾ നോവലിൽ തന്നെ പറയുന്നത് സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് പറയും. നമ്മൾ വലിയൊരു അക്കാദമിക് സമൂഹത്തിൽ ഉള്ള കഥാപാത്രങ്ങളാണ് പിന്നെ ഭയങ്കര ഇക്കാര്യങ്ങളിൽ അജ്ഞരായിട്ട് കമൻ്റടികൾ ഉണ്ടാവുന്നത്. അപ്പം ഈ പുതിയ കാലത്തും നമ്മൾ സോക്കോൾഡ് അക്കാദമിക് വലിയ ബുദ്ധിജീവികൾ അല്ലെങ്കിൽ എല്ലാം അറിയുന്ന ആളുകൾ എന്ന് കരുതപ്പെടുന്ന ആളുകളിൽ പോലും സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ നോവലിൽ പറയുന്നുണ്ട്. ഒരു ആശിഷ് ഡോക്ടർ വരുന്നു, ഇതിൻ്റെ ക്ലാസ്സുകൾ എടുക്കും. എങ്ങനെയാണ് പിന്നെ പുതിയ കാലത്തെ സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കാണുന്നത്? അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ കുറെ കൂടി നമ്മൾ അതിൽ ശ്രദ്ധാലുക്കളാണ്. ബാഡ് ടച്ച് എന്താണ് എന്ന് ചെറിയ പ്രായം തൊട്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ജനറേഷനെ പോലും ആൾക്കാർ ഇപ്പോഴും സെക്സിനെ കാണുന്നത് എന്തോ വളരെ മറച്ചു വെക്കേണ്ടുന്ന അല്ലെങ്കിൽ അതിൽ ഒരു പുരുഷാധിപത്യപരമായിട്ട് ആണുങ്ങൾക്ക് മാത്രം അറിവുള്ള ഒരു കാര്യമായിട്ടൊക്കെ സെക്സിനെ കാണുന്ന ആൾക്കാരുണ്ട്. അതൊരു അക്കാഡമിക് സമൂഹത്തിനകത്തും അങ്ങനെ തന്നെയാണ്. അവിടെ ഈ പറയുന്നത് പോലെ പഠനവും ഗവേഷണവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും സ്ത്രീകളോടുള്ള മനോഭാവത്തിൽ വലിയ വ്യത്യാസം വരുന്നില്ല. അല്ലെങ്കിൽ ഒരു തേർഡ് ജെൻഡർ എന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ എത്ര ആയിരക്കണക്കിന് വ്യത്യാസങ്ങൾ മനുഷ്യർക്കിടയിൽ ഈ അവരുടെ ഒരു ലൈംഗിക താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരാം. അപ്പം അതിനെയൊക്കെ അംഗീകരിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇപ്പോഴും നമ്മുടെ സാമൂഹികമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വന്നിട്ടില്ല. ആദി എന്ന് പറയുന്നൊരു കവിയുണ്ട്. അപ്പോൾ ആദിയുടെ പെണ്ണപ്പൻ പോലുള്ള കവിതകളൊക്കെ വായിക്കുന്ന സമയത്ത് ആദി അനുഭവിച്ചിട്ടുള്ള ഏറ്റവും മോശം അനുഭവം എന്ന് പറയുന്നത് അവൻ്റെ അക്കാദമിക സമൂഹത്തിനകത്ത് നിന്നാണ്, അവൻ പഠിച്ചിട്ടുള്ള കോളേജിനകത്ത് നിന്നാണ്. അപ്പോൾ ആദിയെ പോലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വായിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അധ്യാപകരാകാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികളോട് അവിടുത്തെ അധ്യാപകർ പെരുമാറുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ സെക്സ് എന്ന് മാത്രമല്ല, ലൈംഗികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരാളുടെ താല്പര്യത്തെ ഉൾക്കൊള്ളാനുള്ള മനസ്ഥിതിയിലേക്ക് ഇപ്പോഴും നമ്മുടെ അക്കാദമിക സമൂഹം മാറിയിട്ടില്ല.
അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് പോലും വളരെ ഓക്വേർഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. OV വിജയന്റെ കൃതികളൊക്കെ ഒരു ലൈംഗിക തൃഷ്ണയോടുകൂടി വായിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ആ ലൈംഗികത മാത്രം ശ്രദ്ധിക്കുന്ന ആൾക്കാരെ ഈ അക്കാഡമിക് സമൂഹത്തിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു തരത്തിലുള്ള മാനസിക വൈകൃതമാണ്. അത് മാറിയെടുക്കണം എന്നുണ്ടെങ്കിൽ സമയമെടുക്കുമായിരിക്കും. പക്ഷെ അതിൽ ഈ പറയുന്നത് പോലെ വളരെയധികം ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ അപരാജിത എന്ന് പറയുന്ന ഒരു കഥാപാത്രം അതിനകത്ത് ചെയ്യുന്ന പോലെ അവിടെ വേണമെങ്കിൽ ഒരു സ്ത്രീയെ ഏറ്റവും തളർത്താൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സെക്ഷൽ ആയിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുക എന്നുള്ളതാണ്. പലതരത്തിലുള്ള വാക്കുകളിലൂടെ അവളുടെ ശാരീരികമായിട്ടുള്ള അവഹേളനങ്ങളിലൂടെയൊക്കെ തളർത്താൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നത് സെക്ഷൽ ആയിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ. അങ്ങനെ ഉള്ള കാര്യങ്ങളിൽ തളർന്നു പോവാതെ നമ്മുടെ പെൺകുട്ടികൾ മുന്നോട്ട് വരട്ടെ. ഇപ്പൊ ഗായികയായിട്ടുള്ള ഗൗരി അനുഭവിക്കുന്ന സൈബർ ബുള്ളിങ് നമ്മൾ കാണുന്നത്. അപ്പൊ അത് അവരുടെ പാട്ടിനെ അല്ലെങ്കിൽ അവര് അനുഭവിച്ചിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ് അവര് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അവര് പാട്ടിലൂടെ അത് അവതരിപ്പിക്കുന്നു. എനിക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് എഴുത്താണ്. അപ്പൊ അവിടെ അത് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. വേറൊന്ന്, ഈ അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഒരു ഗവേഷക എന്നുള്ള തരത്തിലുള്ള പിന്നെ ഒരു ഗവേഷക വിദ്യാർത്ഥിയുടെ പ്രതിസന്ധികളെ കുറിച്ചിട്ടാണ്. നമ്മൾ പലപ്പോഴും അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വിഭാഗം കൂടിയാണ് ഗവേഷകരായിട്ടുള്ള ആളുകൾ. വിദ്യ ഒരു ഗവേഷക എന്നുള്ള തരത്തിൽ ഈ പുസ്തകത്തിനപ്പുറം വിദ്യ ഒരു ഗവേഷക എന്നുള്ള തരത്തിൽ നേടുന്ന പ്രതിസന്ധികൾ, അല്ലെങ്കിൽ ആ ഒരു ഗവേഷക സമൂഹം നേടുന്ന, പലപ്പോഴും ഞാൻ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് നിർത്തിപ്പോയാലോ എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്ന കുറെ റിസർച്ച് സ്കോളേഴ്സിനെ കാണുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഏതെങ്കിലും ആ ഒരു മേഖലയിലുള്ള പ്രതിസന്ധികൾ ഈ ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? തീർച്ചയായിട്ടും. നമ്മൾ ഗവേഷണത്തിന്റെ ആദ്യ സമയങ്ങളിൽ തൊട്ടിട്ട് തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഞാനടക്കമുള്ള ഗവേഷകര് ഗവേഷണം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് മാനസികമായിട്ട് വളരെയധികം സംഘർഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരുപാട് വായനകളിലൂടെ ഒരുപാട് പരിശ്രമങ്ങളിലൂടെയാണ് ഈ ഗവേഷണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗൈഡ് അടക്കമുള്ള മാർഗദർശി അടക്കമുള്ള ആൾക്കാരിൽ നിന്ന് വളരെയധികം സപ്പോർട്ട് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് നമുക്ക് വളരെ സ്മൂത്തായിട്ടൊരു ഗവേഷണം കൊണ്ടുപോകാനും പ്രീ സബ്മിഷനും അത് പ്രബന്ധ സമർപ്പണത്തിലേക്കും ഒക്കെ എത്താൻ വേണ്ടി പറ്റും. അതല്ലാതെ ഈ ഗവേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഈ ഗവേഷകരായിട്ടുള്ള മനുഷ്യർ അനുഭവിക്കുന്ന പലതരത്തിലുള്ള സംഘർഷങ്ങളുണ്ട്. ഒന്നീ പറയുന്നത് പോലെ ഫെലോഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. PG കഴിഞ്ഞ് അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഗവേഷണത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവര് ഗവേഷണത്തിന്റെ മാർഗത്തിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ പലപ്പോഴും പല യൂണിവേഴ്സിറ്റികളിലും ഫെലോഷിപ്പ് വളരെ തുച്ഛമായിട്ടുള്ള തുകയാണ്. അതിനോടൊപ്പം തന്നെ അത് വളരെ ലാഗായിട്ടാണ് കിട്ടുകയും ചെയ്യുക. അപ്പം അതിനെതിരെ ഉള്ള സമരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഗ്രാൻസ് അടക്കമുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്നു. അപ്പം അത് ഒരു ഭാഗം മാത്രമാണ്. അത്തരത്തിലുള്ള പല ഘട്ടങ്ങളിലൂടെ ഒരു ഗവേഷക കടന്നു പോകുന്നുണ്ട്. പലപ്പോഴും പല മാർഗദർശികളുടെ അടുത്തു നിന്നും ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള എന്താ പറയുക അറ്റാക്കുകൾ, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ എൻ്റെ സുഹൃത്തുക്കളിൽ പലരും പങ്കുവച്ചിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഈ നിർത്തിപ്പോയാലോ എന്ന് പറയുന്ന വാക്ക് എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ ഗവേഷകരും ഒരു വട്ടമെങ്കിലും മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിലവിൽ ഉണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും അങ്ങനെ ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. പക്ഷെ ഒരു 90% ആൾക്കാരും അങ്ങനെ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട്. അത് ഗവേഷണത്തോട് താല്പര്യമില്ലാഞ്ഞിട്ടോ അവർ ചെയ്യുന്ന വിഷയത്തോട് താല്പര്യമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. ഒരു അധികാര വ്യവസ്ഥ നമ്മുടെ ഉയർന്നു വരേണ്ടുന്ന ഒരു ഗവേഷക സമൂഹത്തെ അവഗണിക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക കാരണം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 1-2 കാരണങ്ങളല്ല, ഒരുപാട് കാരണങ്ങൾ അതിൻ്റെ പിറകിൽ വന്നിട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് പറയണമെങ്കിൽ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, ഒന്ന് നിർത്തിപ്പോയാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ ഉപേക്ഷിക്കപ്പെടുമ്പോൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് ഉണ്ടാവേണ്ടുന്ന ഒരു കാര്യമാണ് നഷ്ടപ്പെടുന്നത്.
അങ്ങനെ ഈ ഒരു മാനസിക സംഘർഷത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരു വളരെ പ്രൊഡക്റ്റീവായിട്ട് വളരെ ക്രിയേറ്റീവായിട്ട് ഉണ്ടാവേണ്ടുന്ന വളരെ മൂല്യമുള്ള പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതിനെ കുറച്ചും കൂടി ഗൗരവകരമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഈ പിന്നെ നോവലിലെ തന്നെ ഒരു അധ്യായത്തിന്റെ പേര് ഈ ജീവിതം ആരുടെയും ഔദാര്യമല്ല എന്നുള്ളതാണ്. നമുക്കറിയാം വിദ്യേനെ മലയാളികൾ പിന്നെ ഒരു കാലത്ത് വിദ്യ പിന്നെ ഇവിടുത്തെ ഒരു സാഹിത്യ മേഖലയിൽ ചെറുതായെങ്കിലും അറിയപ്പെട്ടിരുന്നു, സമ്മാനങ്ങൾ വാങ്ങി ആ രീതിയിലുള്ള പ്രശസ്തി ഉണ്ടായിരുന്നു. പിന്നീട് വിദ്യാ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള വേറൊരു പ്രതിസന്ധിയുണ്ട്. ആ ഒരു പ്രതിസന്ധിയുടെ കാലത്ത് വിദ്യ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ, സോക്കോൾ മുഖ്യധാര മാധ്യമങ്ങളാലും ഇവിടുത്തെ സൈബർ സ്പേസുകളിൽ നിന്നൊക്കെ വലിയ തോതിലുള്ള അറ്റാക്ക് നേരിട്ട ഒരാളാണ്. ആ ഒരു ഘട്ടത്തെ എങ്ങനെയാണ് വിദ്യ കാണുന്നത്? എങ്ങനെയാണ് അതിനൊക്കെ അതിജീവിച്ചിട്ടുള്ളത്? ഞാൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളുടെ വെബ്സൈറ്റുകളിലെ ടാഗുകൾ കെ വിദ്യ കാണാം. കെ വിദ്യ എന്നുള്ള ടാഗിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 100 വാർത്തകൾ, ആ ഓരോ വാർത്തകളുടെയും കൂടെ വരുന്ന ഓരോ ചിത്രങ്ങളാണ്. വിദ്യ എന്നുള്ളൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം ആ രീതിയിൽ നേരിടേണ്ടി വന്നു, അല്ലെങ്കിൽ പിന്നെ അത്തരം അറ്റാക്കുകൾ എങ്ങനെയാണ് വിദ്യ കണ്ടത്, എങ്ങനെയാണ് അതിനെ നേരിടുന്നത് എന്നുള്ളതൊന്ന് പറയാൻ പറ്റും? മൊത്തം അതായത് വിദ്യ മാത്രമല്ല, സ്ത്രീകൾ ആ മേഖലയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു കൂടുതലായിട്ട് സ്ത്രീകൾക്ക് നേരെ അത്തരത്തിലുള്ളൊരു സൈബർ സ്പേസിൽ നിന്നും മുഖ്യധാര മാധ്യമങ്ങളായാലും ചെയ്യുന്നൊരു കുറ്റകൃത്യമുണ്ട്. ഒരു വട്ടം എൻ്റെ ഒരു സുഹൃത്ത്, ദിവ്യ എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, എന്നോട് ചോദിക്കുകയുണ്ടായി, ഞങ്ങളൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട്, അപ്പം അതിനകത്ത് സൈബർ ബുള്ളിങ് നേരിട്ടിട്ടുള്ള സ്ത്രീകളുടെ അനുഭവങ്ങൾ വെച്ചിട്ടാണ്, അപ്പോൾ വിദ്യയ്ക്ക് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ഒരു വട്ടം എൻ്റെ ഒരു സുഹൃത്ത് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വർഷങ്ങളായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്ന ഒരാളാണ്, എനിക്ക് എവിടെയെങ്കിലും അത്തരത്തിലുള്ള സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ആലോചിക്കും. വളരെ പ്രിവിലേജ്ഡ് ആയിട്ട് ഇല്ല, എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് മറുപടി പറയുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ ജാസ്യം സൂചിപ്പിച്ചതുപോലെ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയും അതിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അത് ഈ സൈബർ ബുള്ളിങ് എന്ന് മാത്രമല്ല, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം വളരെയധികം ആഘോഷിച്ചിട്ടുള്ള ഒരു വാർത്ത കണ്ടന്റായിട്ട് കെ വിദ്യ മാറുക എന്നുള്ളത്. എൻ്റെ ഒഫീഷ്യൽ നെയിം വിദ്യ കെ എന്ന് പറയുന്നതാണ്. വിദ്യ കെയെ മനഃപൂർവ്വം കെ വിദ്യയാക്കി മാറ്റി ഹാഷ്ടാഗ് ജാസിം സൂചിപ്പിച്ചതുപോലെ ഹാഷ്ടാഗിൽ കെ വിദ്യ എന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ചു നിൽക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ വരുന്ന രീതിയിലേക്ക്, എൻ്റെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് എന്നെ ആഘോഷിക്കുന്ന രീതിയിലേക്ക് മാറുകയുണ്ട്. അത് വിദ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. അത് ഈ സമൂഹത്തിൽ വാർത്തയാകപ്പെടാവുന്ന ഏതൊരു മനുഷ്യൻ്റെയും അവസ്ഥ ഇന്നതാണ്. മാധ്യമങ്ങൾ അവരുടെ ഒരു മാധ്യമധർമ്മത്തിനപ്പുറത്തേക്ക്, ഒരു വാർത്ത മൂല്യത്തിനപ്പുറത്തേക്ക് മാർക്കറ്റിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് മലയാളികളെ വളരെയധികം അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിഭാഗം മാധ്യമങ്ങളാണെന്ന് ഞാൻ പറയും. കാരണം മലയാളികളുടെ ഇഷ്ടം ഇതാണ് അല്ലെങ്കിൽ അനിഷ്ടം ഇതാണ് എന്ന് സ്വയം തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഈ മുഖ്യധാര മാധ്യമങ്ങളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ അറ്റാക്കുകൾ എന്ന് പറയുന്നത് പലപ്പോഴും മാനുഷികമായിട്ട് എന്നോട് വളരെ നല്ല രീതിയിൽ പെരുമാറിയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ വളരെ സ്നേഹത്തോടുകൂടി നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. മറ്റെല്ലാം നമ്മൾ മറന്നു കളയുക എന്നുള്ളതാണ്. അത് അവർക്ക് പലതരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അത് ആ സമയത്ത് അവർക്ക് അതിനുള്ള ഒരു ആയുധമായിട്ട് എന്നെ ലഭിച്ചു എന്നുള്ളത് മാത്രം. അതിനെ അതിൻ്റെതായിട്ടുള്ള ലാഘവത്തോടു കൂടിയിട്ട് മറന്നു കളയുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഒരുപാട് എഴുതുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ മുന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരുപാട് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ജാസിം സൂചിപ്പിച്ചതുപോലെ ചെറിയ രീതിയിൽ അറിയപ്പെട്ടിരുന്ന ഒരു എഴുത്തുകാരി എന്നതിനപ്പുറത്തേക്ക് ഒരു സാഹിത്യകാരി എന്നുള്ള മേൽവിലാസത്തിൽ ഇനി അറിയപ്പെടാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അത് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രിവിലേജ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ജീവിച്ചിരിക്കാനുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതിൽ എനിക്കിപ്പോൾ വലിയ സന്തോഷമുണ്ട്. ഞാൻ ഒരു ഘട്ടത്തിൽ മരിച്ചു പോയിരുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കായിരുന്നു? ആരും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്നില്ല. പക്ഷേ ഓരോ ദിവസം കഴിയുന്നോറും നമ്മുടെ ചിന്തയിലേക്ക് ഇത്തരത്തിൽ നമ്മളൊരു
വളരെ മോശപ്പെട്ട ഒരാളാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ വളരെ മോശപ്പെട്ട ഒരാളാണ് എന്നുള്ള ചിന്ത കൊണ്ടുവരുന്ന ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ ടി വി ഒന്നും വെച്ച് നോക്കാൻ പറ്റാത്ത രീതിക്ക് പത്രം ഒന്നും വായിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയ സാഹചര്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാലം ഞാൻ ഇതൊന്നും ഫോളോ ചെയ്യാതെ നിന്നിട്ടുണ്ട്. വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ മറ്റൊരാളായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെ ഫേസ് ചെയ്യാന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് വൈകാരികമായിട്ട് വളരെ എന്താ പറയുക, നമ്മൾ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനെ എങ്ങനെയാണോ ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുന്ന വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണ്. അപ്പം എനിക്ക് ഒരു മനുഷ്യന് തോന്നാവുന്ന എല്ലാ സംഘർഷങ്ങളും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഈ എഴുത്തിലൂടെയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരുപാട് എഴുതുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സന്തോഷം. വേറെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന്റെ ഒരു പിന്നെ അതായത് ഇത്തരം ഒരു അനുഭവം ഉണ്ടാകുന്ന ആളുകൾക്ക് വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാനുള്ള ഒരു ഭയം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് വിദ്യക്ക് ഉണ്ടായിരുന്നു എന്നുള്ളൊരു സാധനമുണ്ട്. അതിനപ്പുറത്ത് ഈ വിദ്യയുടെ ചിത്രങ്ങൾ വിദ്യയുടെ അനുവാദം ഇല്ലാതെ വിദ്യയുടെ അക്കൗണ്ടുകളിൽ നിന്ന് എടുക്കുന്നു, അത് പലതരം പ്രചരണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതിലുള്ള ഒരു ധാർമ്മിക പ്രശ്നങ്ങൾ വിദ്യയുടെ മാത്രം കേസിലല്ല, പിന്നെ ചില ആളുകൾക്ക് അങ്ങനെ ഒരു വേറൊരു പ്രിവിലേജ് കിട്ടുന്നു. ഒരു വിഭാഗം ആളുകളുടെ ഫോട്ടോകളാണ് ഉപയോഗിച്ചതെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് പിന്നെ ഒരു പ്രിവിലേജ് കിട്ടുന്നു, വിദ്യക്ക് അത് കിട്ടാതിരിക്കുന്നു. അത്തരം ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ധാർമ്മിക പ്രശ്നമുള്ളൂ. ഈ ഒന്ന് സ്വകാര്യത എന്നുള്ളതാണ് വിദ്യയുടെ കുടുംബത്തിലേക്കടക്കം ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ളത്. അതിന്റെ ഒരു ധാർമ്മികത എങ്ങനെ വിദ്യ നോക്കിക്കാണുന്നു? ഒരു കാര്യം, പുതിയ കാലത്ത് ആളുകൾ പിന്നീട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പലപ്പോഴും ആളുകൾ ഫോട്ടോകൾ ലോക്ക് ചെയ്യാനും പ്രൊഫൈലുകൾ ലോക്ക് ചെയ്യാനൊക്കെ പിന്നെ കാരണമാകെ ഇത്തരം അനുഭവങ്ങളും കൂടിയായിരിക്കും. അതിൽ രണ്ട് കാര്യമാണുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ പറയുന്നത് പോലെ ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ എന്നല്ല, എനിക്ക് മനുഷ്യരോടുകൂടി സംസാരിക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ബ്രേക്ക് എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അത് ഏതൊരു മനുഷ്യനെ പോലെയും അത്തരമൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഉണ്ടാവാവുന്ന സംഘർഷങ്ങളിലൂടെ കടന്നുപോയതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ബ്രേക്കാണ്. അത് കഴിഞ്ഞ് ജാസിം പറഞ്ഞതുപോലെ വേണമെങ്കിൽ എനിക്ക് എൻ്റെ പ്രൊഫൈൽ ലോക്ക് ചെയ്ത് വെക്കാം. ഞാൻ ഒരു പ്രൊഫൈലും ഇതുവരെ ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ല. എൻ്റെ എല്ലാം പബ്ലിക് അക്കൗണ്ടുകളാണ്. ഞാൻ എൻ്റെ ഫോട്ടോകൾ ഇപ്പോൾ ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റഗ്രാമിനകത്തും ഒക്കെ ഇടാറുണ്ട്. എൻ്റെ കൂട്ടുകാരുടെ കൂടെയുള്ള ഫോട്ടോകൾ ഇടാറുണ്ട്. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എഴുതാറുണ്ട്. അപ്പോൾ ആരെ ഭയക്കണം എന്നുള്ളൊരു ചിന്ത ഇപ്പം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ മാധ്യമങ്ങൾ അവർ എന്ത് ചെയ്തു എന്ന് ഞാൻ ആലോചിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ സമൂഹത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അവർ സ്വയം വിമർശനാത്മകമായിട്ട് അത് ചിന്തിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ അനുവാദമില്ലാതെ ഫോട്ടോകൾ എടുക്കുക, അത് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് എത്ര മോശം കാര്യമാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിനകത്തുള്ള മാധ്യമധർമ്മം എന്താണ് എന്നുള്ളത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചിന്തിക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് വ്യക്തിപരമായിട്ട് എനിക്ക് എൻ്റെ ഫോട്ടോ എടുത്തു എന്നുള്ളതല്ല പ്രശ്നം. വിദ്യക്ക് പകരം മറ്റൊരാളാണെങ്കിൽ പോലും, അതൊരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ആരാണ് അനുവാദം കൊടുത്തിട്ടുള്ളത് എന്നുള്ള വലിയൊരു പ്രശ്നമാണ്. അത് സംസാരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്നറിയില്ല. എങ്കിൽ പോലും ഞാനത് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് സ്വയം വിമർശനാത്മകമായിട്ട് ചിന്തിക്കട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ. ഇനി വരുന്ന ചാനലുകളും അല്ലെങ്കിൽ പത്രങ്ങളും ഒക്കെ അത്തരത്തിൽ ചിന്തിക്കട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. വിദ്യയുടെ പുസ്തകം തന്നെയാണ് പുതിയ വിശേഷം. പുസ്തകത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ, പ്രകാശനം മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പ്രകാശനം എന്ന് പറയുന്നത് KP രാമനുണ്ണിയാണ് പ്രകാശനം ചെയ്യുന്നത്. ഷീല ടോമിയാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത്. അതിനകത്ത് സജയ് KVയും അശോകൻ ചെരുവിലുമാണ് പഠനങ്ങൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് വളരെ സ്നേഹവും നന്ദിയുണ്ട്. അവരൊക്കെ എന്ന് പറയുന്നത് പോലെ ഓരോ പഠനവും അതിൽ വിമർശനങ്ങളും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വായിക്കപ്പെടുന്ന ഓരോ ആൾക്കാരും അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഈ പറഞ്ഞതുപോലെ എൻ്റെ ഒരു നറേറ്റീവ് സ്റ്റൈലിനകത്തുള്ള വ്യത്യാസം, അത് ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വായനയിൽ കുറച്ചും കൂടി കണ്ടിന്യൂറ്റി വേണമായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിനൊക്കെ ഞാൻ അംഗീകരിക്കുന്നു.
ആ ഒരു എഴുത്തുമായിട്ട് ആദ്യത്തെ നോവലാണ്, ആദ്യത്തെ സൃഷ്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ അഭിപ്രായങ്ങളെയും ഏറ്റവും സ്നേഹത്തോടു കൂടിയിട്ടാണ് സ്വീകരിക്കുന്നത്. ഷെഹർസാദ് എന്ന് പറയുന്നത് ശരിക്കും എനിക്കൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ്. അപ്പോൾ ഞാൻ വായിച്ചിട്ടുള്ള എനിക്ക് ഏറ്റവും എന്താ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ ആനന്ദാണ്. ആനന്ദിൻ്റെ എല്ലാ സൃഷ്ടികളും ഞാൻ വായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ആ അദ്ദേഹത്തിൻ്റെ എഴുത്തിനോട് വളരെയധികം ബഹുമാനം തോന്നിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതേസമയം തന്നെ മാധവിക്കുട്ടിയുടെ എഴുത്തുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടും രണ്ട് എക്സ്ട്രീമാണ്. മാധവിക്കുട്ടി ചിന്തിക്കുന്നത് പോലെ ഇനിയൊരു എഴുത്തുകാരിക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടെ സവിശേഷമായിട്ടുള്ള എഴുത്ത് രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പുതിയ എഴുത്തുകാരെ വലിയ രീതിയിൽ ആൾക്കാർ അംഗീകരിക്കുന്ന, സിനിമയുടെയും മറ്റ് ബഹളങ്ങളുടെ ഒക്കെ ഇടയിലും എഴുത്തുകാരെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് വായന മരിച്ചു എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ ഒന്നും ഇതില്ലാതെ എഴുത്തുകാരെ അംഗീകരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ്. ഷെഹർസാദ് വായിക്കപ്പെടട്ടെ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. ഇതൊരു തുടക്കമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്ര വലിയ പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ മറികടക്കാൻ എൻ്റെ കയ്യിൽ എൻ്റെ ഭാഷയുണ്ട്, എൻ്റെ എഴുത്തുണ്ട് എന്നുള്ളൊരു ആത്മധൈര്യം ഇപ്പോഴും. ഷെഹർസാദിനെ പോലെ കഥകൾ കൊണ്ട് അതിജീവിക്കാൻ എനിക്കും സാധിക്കട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. ഈ നോവലിന്റെ ആമുഖത്തില് പിന്നെ വിദ്യ അച്ഛനെ കുറിച്ച് പറയുന്നുണ്ട്. അച്ഛൻ അറിയായിരുന്നു ഇങ്ങനെ ഒരു പുസ്തകം വരുന്നു എന്നുള്ളത്. അച്ഛന്റെ ഓർമ്മകളും ഈ പുസ്തകമായിട്ടുണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നോവൽ ഞാൻ എൻ്റെ വലിയൊരു പ്രതിസന്ധി കാലഘട്ടത്തിൽ ഞാൻ വളരെ ഒറ്റപ്പെട്ടു പോയ ഒരു സമയത്ത് എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. എൻ്റെ വീടിനകത്ത് അടച്ചിട്ട് ഒരു മുറിക്കകത്ത് ഇരുന്നിട്ടാണ് ഞാൻ ഈ നോവൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അച്ഛൻ പുറത്തുണ്ട്. അപ്പോൾ അച്ഛനെ അറിയുന്നില്ല ഞാനിങ്ങനെ ഇരുന്ന് നോവൽ എഴുതാണെന്നുള്ളത്. പക്ഷെ ഞാൻ എഴുതുന്ന സമയത്ത് ആരും എന്നെ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും വരില്ല. അപ്പോൾ അവർ പുറത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിത് എഴുതി എൻ്റെ ഒരു ഫയലിനകത്ത് ആക്കി വെച്ച് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എൻ്റെ സുഹൃത്തായിട്ടുള്ള റൂബി ഇത് കണ്ടെടുക്കുന്നത്. റൂബിയും മാധവും കൂടിയിട്ട് ഇത് വായിക്കുന്നു. വായിച്ചിട്ട് ചേച്ചി കണ്ണുകൾ നിറഞ്ഞുകൊണ്ടാണ് അവരെന്നോട് സംസാരിച്ചത്. ചേച്ചി ഇത് പ്രസാദനം ചെയ്യണം അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കണം എന്ന് പറയുന്നു. ആ സമയത്ത് പോലും അതിനുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ പേൻചൂര് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അപ്പോൾ പേൻചൂര് എന്ന് പറയുന്ന കഥയ്ക്കകത്ത് ഒരു രാത്രി ബലാത്സംഗം ചെയ്യപ്പെടാതെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് പേൻചൂര് എന്ന് പറയുന്നത്. അപ്പോൾ ആ കഥ വായിച്ചിട്ട് അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട്, മോളെ മോക്ക് എന്തെങ്കിലും ഈ പറയുന്നത് പോലെ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരച്ഛൻ ഒരു മകളോട് നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം അങ്ങനെ തുറന്ന് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് സംശയമാണ്. ഒരു സുഹൃത്തിനെ പോലെയാണ് എൻ്റെ അച്ഛൻ എന്നെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നോവല് വരുന്നുണ്ട് അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ റൂബിയും അതൊക്കെയാണ് അച്ഛനോടും അമ്മയോടും ഒക്കെ പറയുന്നത്. അപ്പോൾ അച്ഛന് വലിയ സന്തോഷമായിരുന്നു. എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എഴുത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് പലപ്പോഴും അതിന് പറ്റിയിട്ടില്ല. പക്ഷെ മരിച്ചു പോകുന്നതിന് മുമ്പ് അച്ഛനറിയായിരുന്നു ഇങ്ങനൊരു നോവൽ വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് അറിയാമായിരുന്നു. അച്ഛൻ അതിൽ സന്തോഷിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അച്ഛൻ ഈ പറയുന്നത് പോലെ വളരെ സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അച്ഛന് ടൈൽസിൻ്റെ ജോലി, അതുപോലെ തേപ്പ്, അതുപോലെയുള്ള ജോലികളൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അച്ഛൻ ഈ പറയുന്നത് പോലെ വന്ന് പറയുന്ന ഓരോ കഥകളും ഞാൻ കേൾക്കാറുണ്ട്. അച്ഛൻ്റെ നല്ലൊരു കേൾവിക്കാരിയായിട്ടിരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛനും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ എന്ന് പറയുന്ന ഒരാൾ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഉണ്ടായ ഒരു ശൂന്യത എന്താണ് എന്നുള്ളത് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അച്ഛൻ്റെ ഡയറി ഞാൻ വായിച്ചിട്ടുണ്ട്. അത് വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. വളരെ രസകരമായിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു ഡയറി ആയിരുന്നു. അച്ഛൻ അനുഭവത്തോടു കൂടിയിട്ട് തന്നെയായിരുന്നു വായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അച്ഛൻ അമ്മയെ പെണ്ണ് കാണാൻ പോയ ദിവസം അതിൽ എഴുതിയിട്ടുണ്ട്. ഒരു പുഴയ്ക്കപ്പുറത്താണ് അമ്മയുടെ വീട്. അപ്പോൾ അമ്മയെ കണ്ട് അമ്മയെ ഇഷ്ടപ്പെട്ട് രണ്ട് സാമൂഹിക തട്ടിൽ നിൽക്കുന്ന രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒരുമിച്ച് ചേരാൻ വേണ്ടിയിട്ട് അവിടെ അവരുടെ പ്രണയം ഉണ്ടാവുന്നതൊക്കെ വളരെ ഭംഗിയായിട്ട് അച്ഛൻ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അതൊക്കെ വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് അച്ഛനും ഈ പറയുന്നത് പോലെ
വായിക്കാനും എഴുതാനും ഒക്കെയുള്ള സാഹചര്യം കിട്ടുമായിരുന്നെങ്കിൽ അച്ഛനും ഇതിനൊക്കെ സാധിക്കുമായിരുന്നു. അവരുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് വളരെ കൂടുതലായിട്ടുണ്ടായിട്ടുണ്ട്. ഷഹർസാദിനടക്കം സുരേഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. സുരേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിനകത്ത് അച്ഛൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് എനിക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഏതായാലും വിദ്യ ആഗ്രഹിച്ചതുപോലെ, വിദ്യയുടെ അച്ഛനൊക്കെ ആഗ്രഹിച്ചതുപോലെ ഷെഹർസാദ് കൂടുതൽ വായിക്കപ്പെട്ട വിജയൻ എന്നുള്ള പേരിൽ എഴുത്തുകാരിയായിട്ട് തന്നെ ശോഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത്രയും നേരം ഡൂൾ ന്യൂസിൽ സംസാരിച്ചതിന് നന്ദി. താങ്ക് യു.